അവിശ്വസനീയ ജയമാണ് അർജന്റീന സ്വന്തമാക്കിയത്. ഡ്രാമാറ്റിക് മാച്ച് ആൻഡ് വാട്ട് എ ത്രില്ലർ, വാട്ട് എ കംബാക്ക്. അത് ഈ ലോകകപ്പിലെ ഏറ്റവും മനോഹരമായ ഒരു മത്സരം, ഏറ്റവും ഗംഭീര മത്സരം. കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ഫൈനൽ പോലെ തന്നെ അവിടെ ഒരു കംബാക്ക് നടത്തിയത് ഫ്രാൻസ് ആയിരുന്നുവെങ്കിൽ ഇവിടെ നേരെ തിരിച്ചായിരുന്നു. അല്ല, നമ്മളതിൽ പറയണ്ടേ, സമ്മർദ്ദമില്ലാതെയാണ് അർജന്റീന ആരാധകർ കളി കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്കത് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓരോ മത്സരവും ചാമ്പ്യന്മാർ കളിക്കുമ്പോൾ അത് സമ്മർദ്ദം തന്നെയാണ്. അപ്പോൾ ഇന്നലത്തെ കഴിഞ്ഞ 2 മാച്ചുകളും അർജന്റീനയുടെ കഴിഞ്ഞ 2 മാച്ചുകളും ആരാധകർ വലിയ പിരിമുറുക്കത്തോടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കേപ്പ് വെർദെ ആവട്ടെ, ഈജിപ്ത് ആവട്ടെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കൂളായിട്ടല്ല മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളതാണ്. അല്ല, ഇതില്ലേ നമ്മൾ കഴിഞ്ഞ മത്സരത്തിലേക്ക് വരുമ്പോൾ കേപ്പ് വെർദെയോട് പഠിച്ചൊരു പാഠം, അതുകൊണ്ട് തന്നെ ഈ പ്ലേയിങ് 11 മാറ്റങ്ങൾ വരുത്തിയാണ് ഈ സ്കലോണി ടീമിനെ അണിനിരുത്തുന്നത്. അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്ന ഇതിൻ്റെ ഒരു ഫലം ആ കളിക്കളത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നു. ഇമ്പാക്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഒരു ആശ്വാസം ഞാൻ പറയുന്നു, ഒരു അർജന്റീനക്കാരെന്നുള്ള രീതിയിൽ അർജന്റീനിയൻ ഫാൻസിനുള്ള ഒരു ആശ്വാസം, ഗോൾ അടിച്ച് ജയിക്കാൻ കഴിയുന്നുണ്ട്, ഗോൾ വഴങ്ങുന്നുണ്ട്, ഡിഫൻസ് പൊട്ടുന്നു, അവിടെയൊക്കെ വീക്ക് പോയിന്റ്സ് ഒരുപാടുണ്ട്. പക്ഷേ ഗോൾ അടിച്ച് ജയിക്കാൻ കഴിയുന്നു എന്നുള്ളത്. അത് കേപ്പ് വെർദെക്കെതിരെയും കണ്ടു, നമ്മൾ ഈജിപ്തിനെതിരെയും കണ്ടു. അപ്പം ഇനി മുന്നോട്ടുള്ള വഴികളിൽ ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് ഇതേപോലെ ഇപ്പോൾ ഈ എലൈറ്റ് ടീമുകൾക്കെതിരെ താരതമ്യേന അശക്തരായ ടീമുകൾ വരുമ്പോൾ കുറെ കൂടി പ്രതിരോധത്തിൽ അവർ കാര്യമായി ശ്രദ്ധയൂന്നും. എന്നിട്ട് കിട്ടാവുന്ന അവസരങ്ങളിൽ മുന്നോട്ടായിരുന്നു, കൗണ്ടർ അറ്റാക്ക് നടത്തുന്നു. ആ ഒരു സ്ട്രാറ്റജി അതിഗംഭീരമായി നടപ്പാക്കി 80-ാം മിനിറ്റ് വരെ ഈജിപ്ത്. പക്ഷെ അതിനുശേഷം ഒരു ലോക ചാമ്പ്യന്മാരുടെ കളി അർജന്റീന പുറത്തു. ചാമ്പ്യൻ മെന്റാലിറ്റി കൊണ്ട് മാത്രമാണ് അർജന്റീന മത്സരത്തിൽ അവർ എക്സ്പീരിയൻസിന്റെ. പിന്നെ ഈ ഒരു കംബാക്ക്, ഒരു തിരിച്ചുവരവിനൊക്കെയുള്ള ഒരു വലിയ ശേഷി ആ ടീമിന് പുതുതായി ഉണ്ടായതുപോലെ കാണുകയാണ്.